അമ്മൂന് ടൂറുള്ളപ്പോ അമ്മ പോയിട്ടാണല്ലോ എന്നെ എഴുന്നേപ്പിച്ച. ഞാൻ പോയിട്ട് അമ്മൂനെ എഴുന്നേപ്പിച്ചു. അമ്മൂന് സ്കൂളുണ്ട്, അന്നേരം എങ്ങനെയാ പോന്നെ? അമ്മൂനെ കൊണ്ടുപോണ്ടേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോകണ്ട. ടൂറിന് പോണ്ടാന്ന്. എന്തുവാ ഞാൻ കൊണ്ടാക്കാതെ എങ്ങനെയാ പോന്നേ? ആര്? ആര് കൊണ്ടുപോകും? ഏതങ്കിള്? ഏതങ്കിളാ കൊണ്ടുപോകുന്നേ? പേര് നമുക്കറിയാവോ? ഇല്ലല്ലോ. പേര് നമുക്കറിയാൻ പറ്റുമല്ലോ, അറിയണ്ടേ? ഇപ്പൊ എന്തായാലും പോണ്ട. നമുക്ക് പൈസ തിരിച്ചു മേടിക്കാന്ന്. 450 രൂപ തിരിച്ചു തരാന്ന് പറഞ്ഞല്ലോ ഓഫീസിൽ നിന്ന്. പോയില്ലെങ്കിൽ മോളൊക്കെ ഛർദിക്കത്തില്ലേ? ഇന്നലെ ഛർദിച്ചു. ഇന്നലെ എന്റെ ബാഗിൽ തോർത്തെടുത്ത് വെച്ച് കവർ എടുത്ത് വെച്ച് അത് നമുക്ക് തിരിച്ചെടുത്ത് വെക്കാവുന്നല്ലേ ഉള്ളൂ. ആ കവറൊക്കെ നമുക്ക് തിരിച്ചെടുത്ത് വെച്ചൂടെ? വേണ്ട, ബാഗ് എടുത്ത് വെച്ചെങ്കിൽ നമുക്ക് തിരിച്ചെടുത്ത് വെക്കാം. വേണ്ട, ഞാൻ സമ്മതിക്കൂല. അതെന്താ? ഞാൻ ടീച്ചറോട് വിളിച്ചു പറയാം. ടീച്ചറെ, അനീറ്റ ഛർദിക്കും, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോരാം. ആൻറ്റി അല്ലെങ്കിൽ പപ്പ അങ്ങ് ഗ്രീൻ വാലി കൊണ്ടാക്കാം. പാപ്പ സ്കൂളിൽ വരെ കൊണ്ടാക്കിയാൽ മതിയെന്നാ. എന്നാ അമ്മയും കൂടെ കൊണ്ടു. അമ്മനെ കൊണ്ടുപോകത്തില്ല. അതെന്താ കൊണ്ടുപോകത്തെ? വലിയവരെ കൊണ്ടുപോകാത്ത എന്ത്? നമ്മള് പറഞ്ഞാ പോകത്തില്ലേ? എന്റെ മോള് ഛർദിക്കും, അതുകൊണ്ട് നമുക്ക് മോളെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എന്താ കൊണ്ടുപോകാത്തെ? അപ്പൊ ടീച്ചറോട് വിളിച്ച് ചോദിക്കട്ടെ? വിളിച്ചു. ഞാൻ വിളിക്കട്ടോ? ഞാൻ ഒരു കാര്യം പറയാം. ടീച്ചർ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് ടീച്ചറിനോട് പറയണം ആരാ കൊണ്ടുപോകുന്നത്. ആരാ കൊണ്ടുപോകുന്നത്? ആരാ ടൂറിൽ കൊണ്ടുപോകുന്നത്? വിളിച്ചോ. ആരാണ്? എന്നാ പിന്നെ അമ്മൂനെ കൂടെ വിടാം. പിന്നെ എന്ത്? അമ്മ ടൂറിന് വന്നിട്ട് എന്നെ വിട്ടില്ലല്ലോ. എന്തായാലും അമ്മ ടൂറിന് പോയപ്പം എന്താ വിടാഞ്ഞ്? അത് മോള് ഉറങ്ങിപ്പോയി, അതുകൊണ്ടാ വിടാഞ്ഞ്. മോള് ഭയങ്കര ഉറക്കമായിരുന്നു. അമ്മ ഇപ്പൊ ഉറങ്ങിയില്ല. അമ്മൂനെ എപ്പ വിളിച്ച അമ്മ എണീക്കും. ഇപ്പൊ എണീക്കും. ടൂറിന് പോകുന്നല്ലോ. നമുക്ക് ടൂറിന് പോകാം.